ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 7-ാം ഭാഗമാണിത്. 3-ാം മാസത്തിൽ എഴുന്നേറ്റ് നിന്ന കുട്ടി, 5-ാം മാസത്തിൽ പിച്ച വെച്ച് നടന്ന കുട്ടി, 9-ാം മാസത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ കുട്ടി, എല്ലാം അസാധാരണം. വിശന്നാലും ദാഹിച്ചാലും ഒരു പരാതിയുമില്ല, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടും, വാശിയില്ല, വഴക്കില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ കുട്ടി അസാധാരണക്കാരനാണെന്ന് കാണിക്കുന്നു. വീട്ടിലെ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു. കുട്ടിക്ക് വല്ല ആപത്തും വന്നാൽ സഹിക്കാനാവില്ല. കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത്. കുട്ടിയെ കാണാമെന്ന് തോന്നുമ്പോൾ മക്കയിൽ പോയി കണ്ടിട്ട് വരാം. ആ കുടുംബം ഒരു തീരുമാനത്തിലെത്തി. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെയും കൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തെത്തി. ഉമ്മ മകനെ കണ്ടു, കെട്ടിപ്പിടിച്ചു. മകനെ കണ്ട സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് മോന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മതി വരുന്നില്ല. ഞാൻ പോട്ടെ മോനെ, ഈ ഉമ്മയെ മറക്കരുത് മോനെ. ഹലീമ റളിയല്ലാഹു അൻഹയ്ക്ക് യാത്ര പറയുമ്പോൾ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. വളർത്തിയ ഉമ്മയെ പിരിയാൻ മോനും കഴിഞ്ഞില്ല. ഹലീമ റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഉമ്മയും മകനും ഒരു മുറിയിൽ. അവർക്കൊരു സ്വകാര്യ ലോകം. ഉമ്മ മോനോട് ഏറെ നേരം സംസാരിച്ചു, മോൻ ഉമ്മയോടും. ശുദ്ധമായ അറബി ഭാഷയിൽ തന്റെ മകൻ എത്ര വ്യക്തമായി സംസാരിക്കുന്നു. അംഗചലനങ്ങൾക്കെല്ലാം എന്തൊരു ഭംഗി. സംസാരിക്കുമ്പോൾ മുഖഭാവം മാറി മാറി വരുന്നു. അത് കാണുമ്പോൾ തന്നെ മാതൃഹൃദയം വല്ലാതെ ത്രസിച്ചു. അബ്ദുൽ മുത്തലിബ് മോനെ കണ്ട് കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു. ഒന്നിച്ചിരുന്ന് ആഹാരവും കഴിച്ചു. കഅബാലയത്തിനടുത്തേക്ക് കൊണ്ടുപോയി. മോനിപ്പോൾ 6 വയസ്സായി. ഒരു ദിവസം ആമിന റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിനോട് ഒരു കാര്യം പറഞ്ഞു. എനിക്കും മോനും കൂടി യസ്രീബിൽ പോകണം. ആമിന റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ ആ വൃദ്ധനെ അത്ഭുതപ്പെടുത്തി. ദുഃഖചിന്തകൾ കൊണ്ട് മനസ്സിൽ ചലനം സൃഷ്ടിക്കുന്നു. യസ്രീബിൽ പോകുന്നത് എന്തിനാണെന്നറിയാം. ആ ഖബർ സന്ദർശിക്കാനാണ്. പ്രിയപ്പെട്ടവനെ സന്ദർശിക്കണം. ആവശ്യം അതാണ്. ഒരുപാട് ദുഃഖചിന്തകൾ ഉണർത്തും. ആമിന ഒരുപാട് വേദനിക്കും. ആ വേദന കാണാൻ തന്നെ കൊണ്ടാവില്ല. മോൻ ഇതുവരെ യസ്രീബിൽ പോയിട്ടില്ല. മോനെയും കൊണ്ട് യസ്രീബിൽ പോകാൻ ആമിന റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുന്നു. പോയി വരട്ടെ, അതാണ് നല്ലത്. കാഫില പോകുമ്പോൾ കൂടെ വിടാം. നല്ലൊരു ഒട്ടകത്തെയും ഒട്ടകക്കാരനെയും ഏർപ്പാട് ചെയ്യാം. വീട്ടിൽ തന്നെ ഒട്ടകങ്ങൾ ധാരാളം, ഒട്ടകക്കാരും. ആമിന, നീ വിഷമിക്കേണ്ട, യാത്രക്കുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം, അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് ഏറെ സമാധാനമായി. മോനെ, നമുക്ക് യസ്രീബിൽ പോകണം, ഉമ്മ മകനോട് പറഞ്ഞു. എന്തിനാണുമ്മ? ഉമ്മ ബാപ്പയുടെ കഥയും യസ്രീബിലെ ബന്ധുക്കളുടെ കഥയും പറഞ്ഞു കൊടുത്തു. യസ്രീബിലെ ബന്ധുക്കൾക്ക് മോനെ കാണാൻ എന്തൊരാഗ്രഹമാണെന്നോ. അവർ കാത്തിരിക്കുകയാവും. മോൻ ഒരുപാട് സന്തോഷമായി. കാണാത്ത നാട്, കാണാത്ത ബന്ധുക്കൾ. മോനിപ്പോൾ വീട്ടിൽ കളിക്കാൻ ഒരു കൂട്ടുകാരിയുമുണ്ട്, ഒരു അടിമ പെൺകുട്ടി. പേര് ഉമ്മു ഐമൻ. നമുക്ക് ഉമ്മു ഐമനെയും കൂടെ കൊണ്ടുപോകാം. മോന് സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി. മോന്റെ സന്തോഷത്തിൽ ഉമ്മയും ഐമയും പങ്കുചേർന്നു. ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിക്ക് മോനെന്ന് വെച്ചാൽ ജീവനാണ്. എന്തൊരു സ്നേഹം! എപ്പോഴും കൂടെ നടക്കും, ഭക്ഷണം കൊടുക്കും, വസ്ത്രം കഴുകി കൊടുക്കും, കുളിപ്പിക്കും, കിടത്തിയുറക്കും. എന്തൊരു കൂട്ടുകെട്ടും സ്നേഹവും! അബ്ദുൽ മുത്തലിബും മോനും തമ്മിൽ വല്ലാതെ അടുത്തുപോയി. പിരിഞ്ഞിരിക്കാൻ വയ്യ. എപ്പോഴും കുട്ടി സമീപത്ത് വേണം. അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോയാൽ ആവശ്യം കഴിഞ്ഞ് വേഗമെത്തും മോനെ കാണാൻ. യസ്രീബിൽ പോയാൽ കുറെ നാളത്തേക്ക് കാണാൻ കഴിയില്ല. ഓർത്തപ്പോൾ മനസ്സിൽ നിറയെ ദുഃഖം. എന്നാലും പോയി വരട്ടെ, ദുഃഖം സഹിക്കാം. യാത്രയുടെ ദിവസം നിശ്ചയിച്ചു. ഒരുക്കം തുടങ്ങി. അങ്ങനെ കാത്തിരുന്ന ദിനം പുലർന്നു. ഒട്ടകവും ഒട്ടകക്കാരനും തയ്യാറായി. അബ്ദുൽ മുത്തലിബ് മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വേദനയോടെ യാത്ര പറഞ്ഞു. ഉപ്പാപ്പയെ പിരിയാൻ മോനും വല്ലാത്ത വിഷമം തന്നെ. ഞങ്ങൾ പോയി വരട്ടെ, ആമിന റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നോക്കി നിൽക്കെ ഒട്ടകം മുന്നോട്ട് നീങ്ങി. എല്ലാ കൽബുകളും തേങ്ങുകയായിരുന്നു. എല്ലാവരുടെയും ചിന്തകൾ 6 വർഷങ്ങൾക്കപ്പുറത്തേക്ക് പറന്നുപോയി. കച്ചവടത്തിന് പോയ അബ്ദുള്ള യസ്രീബിൽ വെച്ചുണ്ടായ അദ്ദേഹത്തിന്റെ മരണം. ആ ഖബറിടം സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ബന്ധുക്കളിൽ പലരും ഖബർ സന്ദർശിച്ചിരുന്നു. ഇപ്പോഴിതാ സ്വന്തം മകനും പുറപ്പെട്ടിരിക്കുന്നു. മറക്കാനാവാത്ത യാത്ര, മരുഭൂമിയിലൂടെയുള്ള ദീർഘമായ യാത്ര. അന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. മാതാവിനോടൊപ്പമുള്ള യാത്ര. ദിനരാത്രങ്ങൾ അങ്ങനെ പലതും കടന്നുപോയി. യാത്രക്കാർ യസ്രീബിലെത്തി. ബനു നജാർ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി. കുടുംബാംഗങ്ങൾ ആഗതരെ കണ്ട് അന്തം വിട്ടു നിന്നുപോയി. അവർക്ക് സന്തോഷമടക്കാനായില്ല. 6 വയസ്സുകാരനെയും ഉമ്മയെയും അവർ സ്വീകരിച്ചു. ഉമ്മയിമൻ എന്ന പെൺകുട്ടിയെ അവർ പരിചയപ്പെട്ടു. ഉമ്മയും മകനും ആ ഖബറിനരികിൽ ചെന്ന് നിന്നു. മകനുമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നു. വെളുത്ത മുഖം വാടിയിരിക്കുന്നു. മനസ്സിൽ ഓർമ്മകളുടെ തള്ളൽ. യാത്ര പറഞ്ഞു പോയതാണ്. അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും കാതിൽ മുഴങ്ങുന്നു. കച്ചവടം കഴിഞ്ഞ് ഞാനിങ്ങ് വേഗമെത്തും, എന്റെ അരികിൽ ഓടിയെത്തുമെന്ന് പറഞ്ഞു പോയ ആൾ ഇതാ ഇവിടെ വരെ എത്തിയേയുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രം ഒന്നിച്ച് താമസിച്ച ശേഷം തന്നെ വിട്ടുപോയ പുതുമാരൻ ഇതാ കിടക്കുന്നു ഈ ഖബറിൽ. നിയന്ത്രണം വിട്ടുപോയി. കണ്ണീർ ചാലുകൾ ഒഴുകി. വെളുത്ത കവിളിലൂടെ ഒഴുകി വന്ന കണ്ണുനീർ തുള്ളികൾ ഖബറിന് മുകളിലേക്ക് വീണു ചിതറി. ഉമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ മോനും കഴിയുന്നില്ല. മകനും കരഞ്ഞുപോയി. ദുഃഖം എന്താണെന്ന് കുട്ടി അറിയുന്നു. വിരഹവേദന അറിയുന്നു. കണ്ണീരും നെടുവീർപ്പും എന്താണെന്ന് അറിയുന്നു.
ഉമ്മോയ്മൻ ആ ദുഃഖത്തിന് സാക്ഷിയായി. കണ്ണീർ കണങ്ങൾക്കും നെടുവീർപ്പുകൾക്കും സാക്ഷി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ പ്രദേശം 6 വയസ്സുകാരൻ ഓടി നടന്ന് കാണുന്നു. ബന്ധുക്കൾക്ക് കുട്ടിയെ കണ്ടിട്ടും മതി വരുന്നില്ല. കുട്ടിയുടെ ഓരോ അവയവവും അവർ കൗതുകത്തോടെ നോക്കി കാണുന്നു. നെറ്റിത്തടം, പുരികങ്ങൾ, കവിൾത്തടം, ചുണ്ടുകൾ, ദന്തനിരകൾ, കഴുത്ത്, കൈകാലുകൾ എല്ലാം എത്ര അഴകായി സൃഷ്ടിച്ചിരിക്കുന്നു. കുട്ടിയുടെ അംഗചലനങ്ങൾ, സംസാര രീതി, മുഖഭാവം സാധാരണ കുട്ടികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത. ബന്ധുക്കളെയെല്ലാം പരിചയപ്പെട്ടു, സ്ഥലങ്ങളും പരിചയപ്പെട്ടു. കുട്ടികൾക്കൊപ്പം നീന്തൽ പഠിക്കാൻ പോയി. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ. ബന്ധുക്കളുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു. ഇനി മടക്കയാത്ര. ബന്ധുക്കളോട് യാത്ര പറച്ചിൽ, വേർപാടിന്റെ വേദന, കണ്ടുമുട്ടലുകൾ, ഒന്നിച്ചുള്ള ജീവിതം, അതിന്റെ സുഖദുഃഖങ്ങൾ, പിന്നെ വേർപിരിയൽ. 6 വയസ്സുകാരൻ അതെല്ലാം അനുഭവിച്ചറിഞ്ഞു. അവർ ഒട്ടകക്കട്ടിലിൽ കയറി. ബന്ധുക്കൾ ചുറ്റും കൂടി. അടുത്ത കൊല്ലം വരണം. ബന്ധുക്കൾ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. പോയി വരട്ടെ. ഒട്ടകം അങ്ങനെ നീങ്ങി. മടക്കയാത്ര തുടങ്ങിയപ്പോൾ മകന്റെ മനസ്സിൽ ഒരു മാസത്തെ ജീവിതാനുഭവങ്ങൾ തെളിഞ്ഞു നിന്നു. കരിമലകൾ അകന്നുപോയി. അപ്പോൾ മകൻ ഉപ്പൂപ്പയെ ഓർക്കുന്നു. എനിക്ക് ഉപ്പൂപ്പയെ കാണണം, കണ്ടിട്ട് എത്ര നാളായി. അങ്ങത്തെറ്റ മോനെ. മോൻ വേദന അടക്കി ഒട്ടകപ്പുറത്തിരുന്നു. കുറെ ദൂരം യാത്ര ചെയ്തു. അങ്ങനെ അവർ അബവാ എന്ന ദേശത്തെത്തി. ഈ വീഡിയോയുടെ 8ാം ഭാഗം അടുത്ത വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.